ഗ്ലാഡ്സൺ എന്നുള്ള ചോദ്യം കേട്ടും എടുത്തു. ഗ്ലാഡ്സൺ തുർക്കിക്ക് പോയി, എന്താ പോവാത്തെന്നല്ല, കൊണ്ടുപോയില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ കൊണ്ടുപോയില്ല എന്ന് വിചാരിച്ചോണ്ട് വീട്ടിലിരിക്കാനുള്ള പ്ലാനൊന്നും ഇല്ല കേട്ടോ എനിക്ക്. ഞാൻ നൈറ്റ് ഷിഫ്റ്റ് എല്ലാം കഴിഞ്ഞ് വന്ന് നേരെ റെഡിയായി ഒരു സ്മൂത്തി ഒക്കെ അടിച്ചില്ല വിട്ടു ലണ്ടനിലേക്ക്. ലണ്ടനിലെത്തി നേരെ പോയത് ബോറോ മാർക്കറ്റിലെ. അവിടെ ചെന്നപ്പോൾ എന്നെപ്പോലെ എന്നെ കിട്ടിയമാര് ഉപേക്ഷിച്ച് പോയി 2 പേരെ കൂടെ എനിക്ക് കിട്ടി. വരുന്നവരാണ് ഇവർ 2 പേരും. അങ്ങനെ ഇവരെയും കൂട്ടി നേരെ പോയി സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റ് കഴിക്കാൻ. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അവിടെ. ഒന്നാമത് വീക്കെൻഡ്, ക്രിസ്മസ് ടൈം. അങ്ങനെ ഫൈനലി ഞങ്ങൾക്ക് സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റ് കിട്ടി, നല്ലതായിരുന്നു. അതെല്ലാം കഴിച്ച് തേരാപാഴ നടക്കാൻ നേരത്ത് കാണാൻ ഭംഗിയുള്ള ഒരു ഡ്രിങ്കിലേക്ക് ഞങ്ങളുടെ കണ്ണൊടുക്കി. പ്രത്യേകിച്ച് അവർ ഞങ്ങൾ ഭയങ്കരമായിട്ട് ക്യാൻവാസ് ചെയ്തു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ മേടിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു. റിഫ്രഷിങ് ലാവൻഡർ ലെമണേഡ്, ഒരു പ്രത്യേകത ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതും കുടിച്ച് നേരെ പോയി ടവർ ബ്രിഡ്ജിലേക്ക്. അതിലെ തേരാപാര നടന്നു. എന്താ പറയുക, നല്ല റഷായിരുന്നു. കുറേ ഫുഡ് സ്റ്റോളുകളുണ്ട്. എന്ത് മേടിച്ച് കഴിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ഫുഡൊക്കെ മേടിച്ച് കഴിച്ചു. നോട്ട് ബാഡ് ആയിരുന്നു. അങ്ങനെ അത് കഴിച്ച് ഞങ്ങൾ പിന്നെ പോയി ചൈന ടൗണിലേക്ക്. ഇന്നത് ഞങ്ങളുടെ ലക്ഷ്യം കഴിക്കൽ മാത്രമായിരുന്നു കേട്ടോ. അങ്ങനെ ചൈന ടൗണിൽ ചെന്നു. അവിടെ ചെന്നിറങ്ങിയ പാടെ ഒരു കഫേ, നീണ്ട ക്യൂ. ഞങ്ങൾ പോയി ബാക്കിൽ നിന്നു, അത് മേടിച്ച് കഴിച്ചു. നല്ലതായിരുന്നു, നല്ല ടേസ്റ്റി ഒക്കെ ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ ചൈന ടൗണിൽ പോയി അവിടെ നിന്ന് ഒരു ചൈനീസ് ടേക്ക് അവേ മേടിച്ച് അതും കഴിച്ച് വയറൊക്കെ ഫുള്ളാക്കി കഴിഞ്ഞപ്പം ഒരു ബബിൾ ടീ കുടിച്ചാലേ. പിന്നെ നേരെ പോയി മേടിച്ചു ബബിൾ ടീ. നല്ല ടേസ്റ്റി ആയിരുന്നു, ഒരു റിഫ്രഷിങ് ഡ്രിങ്ക്. പിന്നെ നേരെ നോക്കിയപ്പോൾ മുന്നിലുള്ള കടയിൽ ഭയങ്കര ക്യൂ. പിന്നെ ഞങ്ങളും പോയി നിന്നു, അതും മേടിച്ച് കഴിച്ചു. പിന്നെ പോയി ഒരു ബബിൾ ടീയും കൂടെ മേടിച്ചു, കാരണം അത്രയ്ക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ദെൻ ഫൈനലി വീട്ടിലേക്ക്